തൊടുപുഴയിൽ PJ ജോസഫിന് പകരക്കാരനാകാൻ മകൻ അപ്പു ജോസഫ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പുവിനെ കളത്തിലിറക്കാനാണ് ആലോചന. കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഇക്കാര്യത്തിൽ ധാരണ ആയതായാണ് സൂചന. PJ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പകരം അബു ജോസഫിനെ തൊടുപുഴയിൽ ഇറക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ധാരണ. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ നേതൃനിരയിൽ ഉള്ളവരുമായി ഇക്കാര്യത്തിൽ ധാരണയായതായാണ് വിവരം. ഇതിനകം തന്നെ തൊടുപുഴയിൽ നിറഞ്ഞ സാന്നിധ്യമായി അബു മാറിക്കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും വിവിധ പരിപാടികളിൽ അബുവിനെ സജീവമാക്കി പാർട്ടി നിർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ തലപ്പത്ത് PJ ജോസഫ് തന്നെ തുടരുമെന്നാണ് സൂചന. ചെയർമാൻ സ്ഥാനത്തേക്ക് അബുവിനായി ഇപ്പോൾ തന്നെ കരുക്കൾ നീക്കിയാൽ മുതിർന്ന നേതാക്കളുടെ കടുത്ത എതിർപ്പുണ്ടാകുമെന്നാണ് സൂചന. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്ത്രപരമായ നീക്കം. അതേസമയം ജോസഫിന് പിന്നാലെ അബുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രാദേശികമായ ചില നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ഈ എതിർപ്പ് കൂടുതൽ ശക്തമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നീക്കം. ഭാവിയിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അബുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായ നീക്കം വേണമെന്ന ആവശ്യവുമായി ഗവർണറെ കണ്ട് മന്ത്രിമാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ R ബിന്ദു, P രാജീവ് എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായം വേണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിമാർ വീണ്ടും ഗവർണറെ കണ്ടത്. IT നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥരോട് രാജ്ഭവനിലെത്താൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടു. സ്ഥിരം VC നിയമനത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സമവായത്തിലൂടെ നിയമനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന സർക്കാർ നിലപാടും മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെയാണെന്ന നിലപാടും ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാല പ്രതിസന്ധിയിൽ പ്രതികരിക്കാനില്ലെന്നും എല്ലാവരും നിയമത്തെ ബഹുമാനിക്കണമെന്നുമായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ട മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. It will not be proper for me to make any comment. I only wish that we all respect law. അതേസമയം സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തതെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മന്ത്രിമാർക്ക് മറുപടി നൽകി. സർവകലാശാലകളിലെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷവും ഗവർണർ സമവായത്തിന് തയ്യാറായിരുന്നില്ല. സർവകലാശാലകളിൽ മുതിർന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ഇതിലൂടെ ഗവർണറുമായി സമവായ പാതയിൽ എത്താമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. അതിനിടെ കേരള സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് ഇടപെടരുതെന്ന് VC നിയോഗിച്ച രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പൻ സർക്കുലർ ഇറക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഉൾപ്പെടെ പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് നാളെ തെളിവെടുപ്പ് നടത്തും. സെബാസ്റ്റ്യനുമായി ബന്ധമുള്ള കൂടുതൽ ഇടങ്ങളിലും തെളിവെടുപ്പ് ഉണ്ടാകും. ധർമ്മസ്ഥലയിൽ തുടരുന്ന ദുരൂഹത. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലാണ് ഇനി പരിശോധന ബാക്കിയുള്ളത്. 10 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതിനിടെ പരാതിയുമായി കൂടുതൽ പേർ അന്വേഷണ സംഘത്തെ സമീപിക്കുന്നുണ്ട്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്.
മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള മണ്ണ് കുഴിച്ചുള്ള ആദ്യഘട്ട പരിശോധന ചൊവ്വാഴ്ചയോടെ പൂർത്തിയാകും. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിലാണ് നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 ഇടങ്ങളിലെ പരിശോധന ശനിയാഴ്ച പൂർത്തിയായി. ദേശീയപാതയോട് ചേർന്ന സ്ഥലത്തെ 2 പോയിന്റുകളും നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമുള്ള 1 പോയിന്റിലുമാണ് പരിശോധന ബാക്കിയുള്ളത്. തെരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT പുറത്തുവിട്ടിട്ടില്ല. പോയിന്റ് 6-ൽ നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതിൽ മാത്രമാണ് സ്ഥിരീകരണം. ഫോറൻസിക് പരിശോധനയ്ക്കയച്ച ഇവയുടെ പ്രാഥമിക പരിശോധനാ ഫലം ബുധനാഴ്ച ലഭിച്ചേക്കും. അതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണാൻ ഇടയുണ്ട്. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയുള്ള അന്വേഷണവും ആരംഭിച്ചു. പരാതി പിൻവലിക്കുന്നതിനായി കേസിൽ പ്രതി ചേർക്കുമെന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ഭാരവാഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കത്തുകയാണ്. കുക്കു പരമേശ്വരന്റെ കൈവശം നിരവധി നടിമാരുടെ വെളിപ്പെടുത്തലടങ്ങിയ മെമ്മറി കാർഡ് ഉണ്ടെന്ന് പൊന്നമ്മ ബാബുവിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച് കൂടുതൽ നടിമാരും രംഗത്ത് വന്നു. മെമ്മറി കാർഡ് ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത കുക്കുവിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. മെമ്മറി കാർഡ് വിവാദം താരസംഘടനയായ അമ്മയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നടി കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉഷ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. മുൻപ് മീട്ടു ആരോപണങ്ങൾക്ക് ശേഷം താരസംഘടനയിലെ കുറച്ച് സ്ത്രീകൾ, അതിൽ 15-ൽ താഴെ വരുന്ന വനിതാ താരങ്ങൾ ചേർന്ന് ഒരു ഹോളിഡേ ഇന്നിൽ ഒരു യോഗം ചേരുകയും അതിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയായിരുന്നു. അതിൽ പലരും തങ്ങൾക്ക് അനുഭവപ്പെട്ട ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഇത് അവിടെ ഒരു വീഡിയോ ക്യാമറയിൽ ചിത്രീകരിക്കുകയും അതിൻ്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് കുക്കു പരമേശ്വരൻ തന്നെ പലരെയും ഈ കാർഡിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്നും, അതായത് അതിൽ സംസാരിച്ച കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ മുന്നോട്ട് വന്ന ഒരു വനിതാ താരത്തെ പോലും ഭീഷണിപ്പെടുത്തും, സ്ഥാനാർത്ഥിയായി നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അതും ഈ മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെന്ന വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു നടി ഉഷ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ നടി പൊന്നമ്മ ബാബുവും ഇതേ ആരോപണം ശരിവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നടി പ്രിയങ്ക ഉൾപ്പെടെ ഉടനെ തന്നെ മാധ്യമങ്ങളെ കണ്ട് അന്ന് നടന്നതിലെ ചില കാര്യങ്ങൾ, ആശങ്കകൾ തനിക്കും അറിയിക്കാനുണ്ട് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായത്. എന്നാലും സിനിമാ സംഘടനയിലെ മറ്റ് താരങ്ങൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇടവേള ബാബുവിനാണ് ഈ മെമ്മറി കാർഡ് നൽകിയതെന്ന് കുക്കു പരമേശ്വരൻ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇടവേള ബാബു ഇതിലെ ഒരു രീതിയിലും പ്രതികരിക്കുവാനോ അല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല. കുക്കു പരമേശ്വരന്റെ ഉദ്ദേശം അത് ശരിയായിട്ടുള്ള രീതിയിലേക്കല്ല. ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരെത്തിയാൽ പോലും പല താരങ്ങൾക്കും അത് ഭീഷണിയാകും. ഈ മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞ് അവരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണം എന്ന കടുത്ത നിലപാട് തന്നെയാണ് പല താരങ്ങളും എടുത്തിരിക്കുന്നത്. പക്ഷേ കുക്കു പരമേശ്വരൻ പറയുന്നത് ആ മെമ്മറി കാർഡ് തൻ്റെ കയ്യിലില്ല, അത് ഇടവേള ബാബുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് KPSC ലളിതയാണ് ആ മെമ്മറി കാർഡ് കൊണ്ടുപോയത്. തനിക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധമോ ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് കുക്കു പരമേശ്വരൻ. ഒപ്പം തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസൂയ കൊണ്ടാണ് പല താരങ്ങളും തനിക്കെതിരെ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. എന്നാലും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും താരസംഘടനയിലെ കൂടുതൽ മുതിർന്ന താരങ്ങളടക്കം പ്രതികരിക്കുക എന്ന് കാത്തിരിക്കുകയാണ്. പാർട്ടിയിലെയും മന്ത്രിസഭയിലെയും യുവനേതാക്കളുടെ പ്രകടനം ശരാശരി മാത്രമെന്ന് മുൻ മന്ത്രി G. സുധാകരൻ. ഇത് തന്റെ മാത്രം അഭിപ്രായമല്ലെന്നും പൊതുജന വികാരമാണെന്നും സുധാകരൻ പറയുന്നു. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് G. സുധാകരന്റെ വിമർശനം. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സുധാകരന്റെ ഒളിയമ്പുണ്ട്. പദവികളിൽ നിന്നൊഴിഞ്ഞതോടെ സർക്കാരിനും CPM-നുമെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്ന G. സുധാകരന്റെ പുതിയ ഇരകൾ CPM-ലെയും സർക്കാരിലെയും യുവ നേതാക്കളാണ്. പാർട്ടിയിലും സർക്കാരിലും ധാരാളം യുവാക്കളുണ്ടെങ്കിലും അവരിൽ ഒരാൾക്ക് പോലും ശരാശരിക്ക് മുകളിൽ മാർക്ക് സുധാകരൻ നൽകുന്നില്ല. അത് തന്റെ മാത്രം അഭിപ്രായമല്ല, പൊതുജനങ്ങളും അങ്ങനെ കരുതുന്നു എന്നുകൂടി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു. അസാധാരണ പ്രകടനം എന്ന് പറയാൻ കഴിയുന്ന ഒന്നും എടുത്തുകാട്ടാനില്ലെന്നും സുധാകരന്റെ വിമർശനം.
താൻ കൂടി ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ് പ്രായപരിധി നിബന്ധന. അത് എന്തിനു വേണ്ടിയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നും സുധാകരൻ. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സുധാകരന്റെ പരോക്ഷ വിമർശനമുണ്ട്. താൻ വകുപ്പേറ്റെടുത്തപ്പോൾ സർവത്ര അഴിമതിയായിരുന്നു. ശക്തമായ നടപടികളിലൂടെ അത് തടഞ്ഞു. മുൻ പൊതുമരാമത്ത് മന്ത്രിയെ ഉൾപ്പെടെ ജയിലിലടച്ചു. എന്നാൽ 2021 ശേഷം അത്തരം ശക്തമായ നടപടികൾ എടുക്കുന്നതായി തോന്നുന്നില്ലെന്നാണ് മുഹമ്മദ് റിയാസിനെതിരെയുള്ള ഒളിയമ്പ്. CPM-ന്റെ ബ്രാഞ്ച് അംഗം മാത്രമായ തന്നെ അധികാരത്തിലുള്ള പാർട്ടിയടക്കം സമീപിച്ചിരുന്നു. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ചിലർ പദവികളും വാഗ്ദാനം ചെയ്തു. എന്നാൽ സ്കൂൾ കാലം മുതൽ കമ്മ്യൂണിസ്റ്റായ താൻ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ തുടരുമെന്നും സുധാകരൻ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.